അങ്ങനെ ഇപ്പോൾ വാർസോയിലാണുള്ളത്. പോളണ്ടിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള വാർസോ. നമ്മൾ ആദ്യം ഇറങ്ങിയത് വാർസോയിലായിരുന്നു. വാർസോയിലെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഈ ടൂറിൻ്റെ. അപ്പോൾ ഈ 12 രാജ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നു. ഇനി നേരെ നാട്ടിലേക്കാണ്, മുംബൈയിലേക്കുള്ള ഫ്ലൈറ്റാണ് ഉച്ചയ്ക്ക് ശേഷമുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ വാർസോയിലെ ഒരു സിറ്റി ടൂർ, ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ഓൾഡ് ടൗൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക, അത് മനസ്സിലാക്കുക, ക്യാമറയിൽ പകർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്താണ് കാട് പിടിച്ച് കിടക്കുന്നത് പോലെ അതിമനോഹരമായിട്ടുള്ള തണലുകളൊക്കെ കൂടി നല്ല തണുപ്പൊക്കെ ഉള്ളൊരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് എത്ര നടന്നാലും നമുക്ക് ക്ഷീണം അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പതിനാലാം നൂറ്റാണ്ടിലുള്ള ക്രഷിൻസ്കി പാലസാണ് ഈ ഒരു കെട്ടിടം. പോളണ്ടിൻ്റെ സുപ്രീം കോർട്ട് ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. അതിൻ്റെ ഓരോ പില്ലറുകളിലും ഓരോരോ കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സുപ്രീം കോർട്ടിൻ്റെ സൈഡിലായിട്ട് യുദ്ധത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതിമകളുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോണിമെൻ്റ് എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടത്. ഇന്ന് ഇവിടെ തെരുവുകളൊക്കെ വളരെ വിജനമായിട്ട് കിടക്കുകയാണ്. കാരണം ഇന്ന് സാറ്റർഡേ ആണ്. സൺഡേയും ഇവിടെ ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴാണ് എല്ലാവരും കൂടി ഇവിടേക്ക് ഇറങ്ങുക, ടൗണിലേക്കൊക്കെ. ഇന്ന് എല്ലാവരും നല്ലപോലെ റെസ്റ്റ് എടുക്കുന്ന ദിവസവും അതേപോലെ തന്നെ മറ്റ് കൺട്രികളോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ സന്ദർശിക്കാൻ പോകുന്ന ദിവസവുമാണ്. ഒരു ഓൾഡ് സിറ്റി ഏരിയ ആണിത്. വാർസോ മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗമാണിത്. അതിമനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്ങുകളോട് കൂടിയ കെട്ടിടങ്ങളാണ്. ത്തിനടുത്തായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ പൂക്കളൊക്കെ നട്ടുപിടിപ്പിച്ച ഒരു റെസ്റ്റോറൻ്റാണ്. സ്ട്രീറ്റൊക്കെ പൂർണ്ണമായും കാലിയായിട്ടാണ്. വളരെ കുറഞ്ഞ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്നല്ലാതെ അധികം ആരെയും കാണുന്നില്ല. മോർണിംഗ് വാക്കിന് ഇറങ്ങിയവർ, സാധനം വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയ ആളുകൾ, പട്ടിയെ നടത്തിക്കുന്നവർ, ഇവരൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണാനുള്ളത്. ഇവിടെ ആയിട്ടൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു, മഹാറാണി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അതിൻ്റെ റെസ്റ്റോറൻറ്റ് മേശകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ വാർസോ സിറ്റി വാളിൻ്റെ കാഴ്ചകളാണ് ഇതെല്ലാം. സിറ്റി വാളിനകത്തേക്ക് കയറുകയാണ്. മ്യൂസിയം ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നടന്ന് നമ്മളൊരു സെൻറ്ററിലേക്കാണ് എത്തുന്നത്. ഈ സ്ക്വയറിലും സാധാരണ ആടും പോലെ തന്നെ റെസ്റ്റോറൻറ്റ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്.
റെസ്റ്റോറൻറ്റ്സ് ഇവരുടെ ഒരു വീക്ക്നെസ്സാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫൗണ്ടെയിനാണ് ഇവിടെ കാണുന്നത്. കാരണം ഈ ഒരു പ്രതിമയുടെ താഴെ നിന്ന് വെള്ളം ഇങ്ങനെ പൊന്തുകയാണ്. അതത് വേവ്സായിട്ട് ഇതിലേക്ക് പതിക്കുന്നു. പ്രതിമയുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു സ്ക്വയർ കാണാൻ വളരെ ഭംഗിയാണ്. ചത്തുരത്തിൻ്റെ അരികിലായിട്ട് വലിയൊരു കുഴൽക്കിണർ കാണാം. പഴയ രീതിയിൽ നിർമ്മിക്കപ്പെട്ടൊരു കുഴൽക്കിണർ. വർക്കിപ്പിച്ചുകൊണ്ട് ഇതിൽ വെള്ളമൊന്നും വരുന്നില്ല. പഴയത് അതേപടി നിലനിർത്തിയെന്നേ ഉള്ളൂ. ഫുള്ള് ലൗലോക്കാണ്. ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് വിസ്റ്റുല നദിയുടെ അതിമനോഹര കാഴ്ചയാണ് താഴെ കാണുന്നത്. വിസ്റ്റുല നദിക്ക് ചുറ്റുമായിട്ട് രൂപപ്പെട്ട ഒരു നഗരമാണ് വാഴ്സോ. ഈ ഒരു സ്തൂപത്തിന് മുകളിലുള്ള രാജാവ് സാഗ്മൺ എന്ന കിങ്ങാണ്. ഇദ്ദേഹമാണ് ക്രാക്കോവിൽ നിന്ന് പോളണ്ടിൻ്റെ തലസ്ഥാനം വാർസോയിലേക്ക് ചേഞ്ച് ചെയ്തത്. നല്ല തിരക്കായി. ഇപ്പോൾ നമ്മൾ ഏകദേശം ഉച്ചയായി. ഇനി നമ്മുടെ ഫ്ലൈറ്റ് വരാനായി. അപ്പോൾ നമുക്ക് നോക്കിയപ്പോഴേക്കും പുറത്തിറങ്ങിയപ്പോഴേക്കും ഫുഡൊക്കെ വെച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല തിരക്കായി. ഇവിടെ നമുക്കൊരു സാധനം കാണാം. ഇതൊരു വെറൈറ്റി സംഭവമായിട്ട് തോന്നി. കാരണം നമുക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സെൽഫി സ്റ്റാൻഡാണിത്. അതിൽ ഫോൺ വെച്ചുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം, കറങ്ങാം. കറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 360 വ്യൂ ഓഫ് ഫോട്ടോ കിട്ടും. വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. അതിൽ നിന്ന് ആ സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞ് ക്യാമറ നമ്മൾ അതിൽ ഹോൾഡറിൽ കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്ത് വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു സ്ക്വയറിൻ്റെ മൊത്തം വ്യൂ നമുക്ക് വീഡിയോയിൽ പിടിക്കാം. ഇവിടെ എന്തോ ഒരു ഫങ്ഷൻ, എന്തോ ഒരു പരിപാടി നടക്കാൻ പോകുന്നുണ്ട്. കാരണം ന്യൂസിൻ്റെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. നിറച്ചും പോലീസ് വണ്ടികളൊക്കെ ഒരുപാടുണ്ട്. പോലീസ് വണ്ടികൾ വന്നും പോവുകയും ചെയ്യുന്നുണ്ട്. എന്തോ ഒരു സമരപരിപാടികൾ എന്തോ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതായിരിക്കണം വാക്ക് ഫോർ ഫ്രീഡം. അതാണ് അവിടെ ഒരു ബോർഡ് കണ്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ പരിപാടിയാണ്.
TV ടീമൊക്കെ എത്തിയിട്ടുണ്ട്. നിറയെ പോലീസ് വണ്ടികളാണ്. 12 രാജ്യങ്ങൾ കവർ ചെയ്തുകൊണ്ടുള്ള ഈ ഒരു യാത്ര 20 ദിവസത്തെ ഈസ്റ്റേൺ യൂറോപ്യൻ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇപ്പോൾ വാർസോയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വാർസോയിലെ കാഴ്ചകളും എല്ലാം കണ്ടുകൊണ്ട് പോളണ്ടിലെ കാഴ്ചകളും പോളണ്ടിലെ 2-3 സിറ്റി നമ്മൾ സന്ദർശിക്കുകയുണ്ടായി. എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ട് നമ്മൾ ഈ ഒരു യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പുതിയ യാത്രകളും അതിൻ്റെ വീഡിയോകളുമായിട്ട് ഇനി അടുത്ത ഒരു വീഡിയോയിൽ വരാം. അതുവരെ ഐ ആം സൈനിങ് ഓഫ് സജിത് നായർ. താങ്ക് യു.